എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വെച്ച് കാവേരി നദിയിൽ കുളിക്കുവാനിറങ്ങി. അർദ്ധരാത്രിയായതും കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. ഇങ്ങനെ പലതവണ തുടർന്നുകൊണ്ടേയിരുന്നു. അതറിയണമെങ്കിൽ വെൽക്കം ടു ഗോസ്റ്റ് സ്റ്റോറീസ്. ബാലനും സത്യനും ശിവനും കൂടി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അർദ്ധരാത്രിയോടടുക്കുന്നു. വീട്ടിൽ നിന്നും കാവേരി നദിയിൽ കുളിക്കുവാൻ പോയപ്പോഴുണ്ടായ പ്രേതാനുഭവമാണിത്. ബാലൻ ഓട്ടോ ഡ്രൈവറും സത്യൻ വീട്ടിലെ ട്യൂഷൻ അധ്യാപകനും ശിവൻ കാർ ഡ്രൈവറുമാണ്. കാറിൽ നല്ല സ്പീഡുള്ളത് കാരണം കുറേ സമയം ടാക്സി ഓടിച്ച് നിരവധി ശമ്പളം കൈ പറ്റുവാൻ തുടങ്ങി. 3 പേരും നല്ലൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. 3 പേർക്കും 3 പെൺകുട്ടികളും 5 ആൺമക്കളും ഉണ്ട്. പെൺമക്കൾക്കും ആൺമക്കൾക്കും 5 കുളിമുറിയും കക്കൂസും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അവർ, അതായത് ബാലനും സത്യനും ശിവനും, ഓടിക്കതച്ച് വരുന്നത് കണ്ട് അവരുടെ അമ്മ കാര്യം അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞത് അവർ ഏതോ ഒരു വെളുത്ത രൂപം കണ്ടു. അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു കൊടുത്തത് അർദ്ധരാത്രി നിങ്ങൾ ഒരു കാരണവശാലും അവിടെ പോയി കുളിക്കരുത്. കാരണം അവിടെ ജലഭൂതമുണ്ട്. ഒരു സ്ത്രീ പ്രണയനൈരാശ്യം മൂലം നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ ആത്മാവാണിത്. ആ സ്ത്രീയുടെ 40ാം ചരമവാർഷികമാണിന്ന്. അമ്മ പറഞ്ഞു രാത്രിയിൽ കുളിമുറിയിൽ കുളിച്ചാൽ മതിയെന്ന്. അമ്മ പറയുന്നത് കേട്ട് രാത്രിയിൽ കുളിമുറിയിൽ കുളിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ദുരനുഭവം പോലും ഉണ്ടായിട്ടില്ല. നിർത്തുന്നു.